നമസ്കാരം, കൃഷിദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം. പുൽപ്പള്ളിയിലെ പാൽത്തുള്ളികൾക്ക് പിന്നിൽ സെബാസ്റ്റ്യൻ്റെ ഉപ്പുനീരിൻ്റെ വിലയുണ്ടെന്ന് നാട്ടുകാർ ഇന്നും പറയും. പുൽപ്പള്ളിയിലെ ചെറിയമ്പനാട് തറവാട്ടിലെ സെബാസ്റ്റ്യൻ്റെ കൃഷിവിശേഷങ്ങളായിരുന്നു കഴിഞ്ഞയാഴ്ച നാം കണ്ടത്. അതിൻ്റെ തുടർച്ചയായി കൃഷിയുടെ വിജയഗീതികൾ ഇന്നത്തെ എപ്പിസോഡിലും കാണാം. ഒരു ചെറിയ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ വലിയ വരുമാനം ഉണ്ടാക്കുക, ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും എങ്ങനെ കരകയറാൻ പറ്റും. എല്ലാവരും വരൾച്ചയാണ്, ബഹളമാണ്, പട്ടിണിയാണ്, കാർഷിക കടങ്ങൾ എഴുതിത്തള്ളണം, അല്ലെങ്കിൽ അങ്ങനെ വേണം. തളരുതെന്നുള്ള അർത്ഥമല്ല ഞാൻ പറഞ്ഞു വന്നത്. അത്രമാത്രം രൂക്ഷമായ സാമ്പത്തിക പരാധീനത വന്ന് മനുഷ്യനെ അലട്ടിയപ്പോൾ പിടിച്ചു നിൽക്കുവാനുള്ള ഒരു ത്രാണി, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു ഇച്ഛാശക്തി എങ്ങനെ കൈമുതലാക്കാമെന്ന അന്വേഷണത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പശുവിനോട് ചേർന്ന് ആട് വന്നു. ആടിനോട് ചേർന്ന് കോഴി വളർത്തൽ സംജാതമാക്കിയെടുത്തത്. കാരണം കോഴിയുടെ കുറേ തൊഴുത്തിൽ നിന്ന് വരുന്ന കുറേ ഉൽപ്പന്നങ്ങൾ കോഴിക്ക് ഉപയോഗപ്രദമാകുന്നു. ഇത് നമ്മൾ വെറ്റിനറി ഡോക്ടർ വഴിയായിട്ട് നമ്മുടെ പൂക്കോട് വെറ്റിനറിയുടെ സഹായത്തോടു കൂടി മൃഗാശുപത്രി വഴി നമ്മൾ ഫാമിൽ നിന്ന് വാങ്ങിയതാണ്. പ്രതിരോധ കുത്തിവയ്പ്പൊക്കെ ശേഷി നൽകിയതാണ്. നല്ല ഉൽപ്പാദന ക്ഷമതയുള്ളതും ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ കോഴികളാണ് ഇപ്പോൾ എൻ്റെ ഫാമിലുള്ളത്. 200 കോഴികളെയാണ് നമുക്ക് കുറച്ച് ചൂടിൻ്റെ ആധിക്യം മൂലം കുറച്ച് കോഴികൾ ചത്തുപോവുകയും 150 കോഴികളോളം ഇപ്പം നിലവിലുണ്ട്. 100 മുട്ടകൾ ശരാശരി എനിക്ക് ലഭിക്കുന്നുണ്ട്. അത് ഞാൻ മാർക്കറ്റ് ചെയ്യുന്നത് 4 രൂപ 50 പൈസയ്ക്കാണ് മാർക്കറ്റ് ചെയ്യുന്നത്. കടകളിൽ കൊണ്ട് കൊടുക്കുന്നു. അവർ നല്ല അഭിപ്രായം പറയുന്നു. വീണ്ടും നല്ല ഓർഡറുകളുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു. ഏകദേശം ചിലവ് എന്ന് പറയുമ്പോൾ ഒരു 100 രൂപയ്ക്ക് താഴെ ഇപ്പോൾ കോഴിക്ക് ചിലവ് നിൽക്കുന്നുണ്ട്. നമുക്ക് അതിൽ നിന്നൊരു വരുമാനം ലഭിക്കുന്നുണ്ട്. അധ്വാനിക്കുന്നതിൻ്റെ, ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഓഹരി തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. അത് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വലിയ കുഴപ്പങ്ങളും രോഗങ്ങളും അവസ്ഥകളും പ്രതികൂല കാലാവസ്ഥയൊന്നുമില്ല എങ്കിൽ കോഴി വളർത്തലും ആദായകരമായി തന്നെ മുന്നോട്ട് പോയി കർഷകന് സ്വീകരിക്കാൻ പറ്റും. ചെറിയ ഇൻവെസ്റ്റ്, ചെറിയ സ്ഥലം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയ സ്ഥലം മതി. നെറ്റിട്ടുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റും. ആരും ശല്യമില്ലാതെ മറ്റുള്ള പറമ്പിലേക്ക് കോഴി പോയി അല്ലെങ്കിൽ കോഴിയെ ശല്യമാണ് എന്ന് പറയുന്നതിനൊക്കെ ഒരു പ്രതിബന്ധമായിട്ട് അല്ലെങ്കിൽ ഒരു നമുക്ക് ശരിക്കും ചെയ്യാവുന്ന ഒരു മേഖല കോഴി വളർത്തലാണ്. പിന്നെ കാലാവസ്ഥ വ്യതിയാനം മൂലം കോഴികൾ നഷ്ടപ്പെട്ടു എന്നല്ലാതെ മറ്റുള്ള ശല്യങ്ങളൊന്നുമില്ല. വല നെറ്റോടിറ്റ് വലയിട്ട് മീൻവലയാണ് നമ്മൾ പഴയ ഉപയോഗശൂന്യമായ മീൻവല നമ്മൾ വാങ്ങി അത് കോർത്ത് അടിയിലേക്ക് ഇറക്കി മറ്റുള്ള മൃഗങ്ങൾ വരാതെ മണ്ണിട്ട് ലെവൽ ചെയ്ത് വലിച്ചു കെട്ടിയപ്പോൾ ഇതിനകത്ത് നിൽക്കും. മറ്റുള്ള മൃഗങ്ങൾ മീൻവലി ആയതുകൊണ്ട് പാമ്പോ മറ്റു മൃഗങ്ങളൊന്നും ഈ വലയ്ക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുകയില്ല. അപ്പോൾ അത് വലിയൊരു തടസ്സമായി നിന്നുകൊള്ളും. നമുക്ക് വലിയ പ്രശ്നമില്ലാതെ കോഴിയെ സംരക്ഷിക്കുകയും ചെയ്യാം. ബിയർ വേസ്റ്റൊക്കെയാണ് കോഴിക്ക് കൊടുക്കുന്ന ആഹാരങ്ങൾ കൊടുക്കും. കോഴിത്തീറ്റ കൊടുക്കും, ബിയർ വേസ്റ്റ് കൊടുക്കും, ഗോതമ്പ് കൊടുക്കും. ഈ 3 ആഹാരങ്ങളാണ് കൊടുക്കുന്നത്. ആവശ്യത്തിന് ശുദ്ധജലവും. ഇങ്ങനെയാണ് കോഴി വളർത്തൽ മുന്നോട്ട് പോകുന്നത്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കോഴി വളർത്തൽ ഒരു വിജയകരമായി തുടരാൻ നമുക്ക് സാധിക്കാവുന്ന ഒരു മേഖലയാണ്. ഫീഡിങ്ങിന് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കണം ഞാൻ പ്രത്യേകിച്ചായിട്ട് പറയാറ്. കാരണം എന്നാൽ കണ്ടമാനം തീറ്റ കൊടുത്തിട്ട് കുറച്ച് പാലുണ്ടാക്കിയിട്ട് അതിൽ കാര്യമില്ല. അപ്പോൾ ഏതാണ്ടിന് പാല് ഉൽപ്പാദനം ഇത്ര വേണം, ഏതാണ്ട് കാൽക്കുലേഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് അവർ സാധാരണയായിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ബിയർ വേസ്റ്റ് ഇപ്പോൾ 7 രൂപ 50 പൈസ അങ്ങനെ പല റേറ്റിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഫീഡിൻ്റെ ഇത് കുറക്കാൻ വേണ്ടിയിട്ട് മാക്സിമം കുറക്കുക, അത് കൂടുതലായിട്ട് ഉൽപ്പാദനം കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കൂടുതൽ നമ്മൾ പിണ്ണാക്ക് വാങ്ങിച്ചു കൊടുക്കുക അങ്ങനത്തെ ഒന്നും പരിപാടികളൊന്നുമില്ല. കാലിത്തീറ്റ കൊടുക്കുന്നുണ്ട്, ആ കൂട്ടത്തിൽ നമ്മൾ ബിയർ വേസ്റ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചപ്പുല്ല് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഈ കച്ചി ഇപ്പോൾ ലോക്കലായിട്ട് അവൈലബിളാണ്. കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് എനിക്കൊന്ന് ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോയിട്ടാണ് ഇപ്പോൾ ഇത് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ അതെല്ലാം കൊടുത്തിട്ട് എത്ര മിനിമം ഇതിൽ മാക്സിമം പ്രൊഡക്ഷൻ എന്നുള്ള രീതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ നല്ല ഇനം ബീജം നമ്മളെ ആശുപത്രിയിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഏത് നല്ല എത്ര വേണമെങ്കിലും നമുക്ക് ഇഷ്ടം പോലെ വിവിധ തരത്തിലുള്ള ഇത് നമുക്ക് ബീജം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ പശുവിൻ്റെതനുസരിച്ച് നമ്മൾ ആ ബ്രീഡ് നോക്കിയിട്ട് തന്നെ ചെയ്തു കൊടുക്കുന്നത് അവിടെ.
ഇപ്പം നമ്മളുടെ ക്ഷീരധാര പോലത്തെ ഈ ബീജാണ് കൂടുതൽ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരുപാട് സഹായങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ ഒന്നാമത്തെന്ന് പറഞ്ഞാൽ നമ്മൾ മെക്കനൈസേഷൻ, നമ്മൾ ആ കഴിഞ്ഞ പ്രാവശ്യത്തെ മെക്കനൈസേഷൻ്റെ ഒരു ബെനിഫിഷ്യറിയാണ് അവർ. അവിടെ നമ്മൾ അതുകൊണ്ട് കൊടുത്താണെന്ന് നമ്മൾ മിൽക്കി മെഷീൻ വാങ്ങിക്കാനുള്ള പണം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ട്രോളി വാങ്ങിക്കാനുള്ള കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പ്രഷർ വാഷർ നമ്മൾ വഴി കൊടുത്താണ്. പിന്നെ ഈ ഷവറൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മളുടെ ഫാന് കാര്യങ്ങൾ, പിന്നെ ഈ ചാഫ് കട്ടർ, ഇതൊക്കെ നമ്മൾ ആ സ്കീമിൽ വന്ന് കൊടുത്താണ്. പിന്നെ കഴിഞ്ഞ വർഷത്തെ ഒരു ഫാം സ്കൂളും കൂടിയാണിത്. അപ്പോൾ ഇവിടെ കുറേ ഇപ്പോൾ എനിക്കൊന്ന് 6-7 ക്ലാസ്സുകൾ ഇവിടെ നടന്നു കഴിഞ്ഞു. പല സ്ഥലത്ത് നമ്മളെ കോഴിക്കോട് ജില്ല അവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ 3-4-5 ക്ലാസ്സിൻ്റെ മുകളിൽ ഇപ്പം ഇവിടെ നടന്നു. സാധാരണഗതിയിൽ നല്ല ഇങ്ങനെ ഫാം പിന്നെ നടത്തുന്ന കർഷകരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മളതിന് കുറേ അപേക്ഷകളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് ഒരാളെ തിരഞ്ഞെടുത്തു. അപ്പോൾ അവരുടെ അനുഭവങ്ങൾ സാധാരണ ആൾക്കാർക്ക് പങ്കുവെക്കുക. ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്ന് കർഷകർക്ക് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രെയിനിങ് വേണം, അല്ലെ പശു വളർത്തൽ കാണണം, അല്ലെ കറവ കാണണം എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മളെ സമീപിക്കുകയാണെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള പിന്നെ ഫാം സ്കൂളുമായി ബന്ധപ്പെടുക ചെയ്യാം. അപ്പോൾ മറ്റുള്ള വേറെ ജില്ലകളിൽ നിന്നും വരാം. അതേപോലെ തന്നെ നമ്മളെ തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിൽ നിന്നും കുറേ പേര് വന്നിട്ട് ഇത് കണ്ടുപോയിട്ടുണ്ട്. ഓരോരുത്തർ ചിലർ കറവ മെഷീൻ കാണാത്ത ആൾക്കാരുണ്ടായിരുന്നു, അവർക്കത് കാണിച്ചു കൊടുക്കുക. പിന്നെ ഫീഡിങ്, മറ്റ് കാരണങ്ങൾ, അതിനെ പശുവിനെ കെട്ടിയേക്കുന്നത്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് അവർക്ക് നോക്കി മനസ്സിലാക്കും. അപ്പോൾ കർഷകൻ്റെ പിന്നെ ഇതിൽ നിന്ന് കർഷകന് കിട്ടിയിട്ടുള്ള ഒരു വിജ്ഞാനം മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഫാം സ്കൂളിന് ഏതാണ്ട് 1 ലക്ഷം രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മെക്കനൈസേഷന് 25,000 കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റേ നമ്മളെ പ്രൊജക്റ്റുകളൊക്കെ വരുന്ന സമയത്ത് SLVPൻ്റെ കുട്ടികളെ 2-3 നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പിന്നെ മറ്റ് മരുന്നുകളായിരുന്നാലും കൃത്യ സമയങ്ങളിലുള്ള വാക്സിനേഷൻ ആണെങ്കിലും അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് ഇവിടെ കൊടുക്കാറുണ്ട്. സെബാസ്റ്റ്യൻ, ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സെബാസ്റ്റ്യൻ്റെ കൃഷിയിടത്തിൽ വന്ന് ഷൂട്ട് ചെയ്തു, കൃഷിദർശനങ്ങളെ കാണിച്ചു. പല അവസരത്തിലും സെബാസ്റ്റ്യൻ പറയുന്നുണ്ട് ഇത് വളരെ ലാഭകരമായി കൊണ്ടുപോകാൻ കഴിയുന്നത്. ഒത്തിരി വലിയൊരു തകർച്ചയിൽ നിന്നാണ് സെബാസ്റ്റ്യൻ രക്ഷപ്പെട്ട് ഈ രംഗത്തേക്ക് വന്നത്. സത്യത്തിൽ ഇത് ഒരാൾക്ക് അനുകരണീയമായി സ്വീകരിക്കാൻ കഴിയുന്നൊരു മാതൃകയാണ്. തീർച്ചയായിട്ടും ആത്മാർപ്പണവും അർപ്പണബോധം വേണം, ചെയ്യാമെന്നൊരു മനക്കരുത്ത് വേണം. പക്ഷേ പല സ്ഥലത്തും നമുക്കെപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവങ്ങളല്ല പലരും പറയുക. തകർച്ചയുടെ കഥകൾ എല്ലാവരും പറയും നഷ്ടമാണെന്ന് പറയുന്നത് കൊണ്ടാണ്. എന്ത് ധൈര്യത്തിലാണ് സെബാസ്റ്റ്യൻ പറയുന്നത് ഇതിനകത്തോട്ട് ഇറങ്ങാമെന്ന്? എല്ലാ പിടിവള്ളിയും നഷ്ടപ്പെടുന്നവന് കിട്ടുന്ന ഒരു പിടിവള്ളി ഉണ്ടല്ലോ, അത് നമുക്കറിയാം. മുങ്ങിച്ചാകാൻ പോകുന്നതിന് കിട്ടുന്ന പുല്ലും ഒരു പിടിവള്ളിയാണ്. അപ്പോൾ എല്ലാം തകർച്ച വന്നപ്പോൾ തോന്നി ആകെ രക്ഷപ്പെടാൻ പറ്റുന്നൊരു മാർഗം ഇത് തന്നെയുള്ളൂ. പിടിവള്ളി താങ്കളെ കരകയറ്റും തീർച്ചയായിട്ടും. കഴിഞ്ഞ ഒരു 1.5 വർഷത്തെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഏകദേശം പശു പരിപാലനത്തിന് തന്നെ എനിക്ക് 17 ലക്ഷം രൂപയോളം സമ്പാദിക്കാൻ സാധിച്ചു. അതിൻ്റെ ചിലവ് എങ്ങനെ കൂട്ടിയാലും ഇനി ഒരു 7 ലക്ഷം രൂപ ഞങ്ങൾ അധ്വാനം പണം, ഞങ്ങൾ പുറമെ ഒരു പണിക്കാരനായി പോകേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ പറമ്പിൽ എൻ്റെ കൂട്ടിൽ ഞാൻ തന്നെ അധ്വാനിക്കുമ്പോൾ അതിൻ്റെ വരുമാനം എനിക്കും എൻ്റെ കുടുംബത്തിന് ലഭ്യമാകുന്നു. അത് തന്നെ ഏറ്റവും വലിയ വരുമാനമാണെന്ന് പറയുകയാണെങ്കിൽ. ഇതിനകത്ത് വരാൻ പോകുന്ന പരമാവധി ചതികൾ എന്തൊക്കെയാണ്? രോഗമാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. സമയാസമയങ്ങളിൽ നമ്മൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകളോ ചികിത്സകളോ ലഭ്യമല്ല എങ്കിൽ രോഗം വന്ന് പശുക്കൾ നശിച്ചു പോകാനും തൽഫലമായി നമ്മൾ ഈ ഫീൽഡിൽ നിന്ന് വിട പറയേണ്ടതായ ഒരവസ്ഥ വരും. അപ്പോൾ അതിന് മുൻകരുതൽ എന്ന നിലയിൽ പശുക്കളെ ഇൻഷുർ ചെയ്യുക, സമയാസമയങ്ങളിൽ വെറ്റിനറി ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങളും അവരുടെ സഹായങ്ങളും അവർ പറയുന്ന കാര്യങ്ങൾ ക്രമാതീതമായി കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പരാജയം വരില്ല എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ പശു വളർത്തൽ നന്നായി, ഇപ്പം ചെറിയമ്പനാട് വീട്ടിൽ പശു വളർത്തുന്നത് വളരെ നന്നായി പോകുന്ന ഒരു ബിസിനസ്സാണ്. അതെ. അപ്പോൾ അത് താങ്കളുടെ മറ്റ് കൃഷികൾ, ഉദാഹരണമായിട്ട് കമുക്, തെങ്ങ്, അത്തരം കാര്യങ്ങളെ എങ്ങനെയാണ് ഇത് സ്വാധീനിച്ചത്? തീർച്ചയായിട്ടും ഞാൻ വർഷങ്ങളായി ഒരു കാർഷിക കുടുംബത്തിൽ ജനിച്ചു വളർന്നത് കൊണ്ട്, എൻ്റെ മാതാപിതാക്കളായിട്ട് കാർഷിക കുടുംബത്തിലായിരുന്നത് കൊണ്ടും ഞങ്ങൾ വയനാട്ടിലെ പുൽപ്പള്ളിയിലെ കുടിയേറി പാർത്ത ഒരു കർഷക നിലയിൽ കൃഷി മേഖലയാണ് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചു പോന്നിട്ടുള്ളത്, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ മുഖാന്തരം ഇങ്ങോട്ട്. പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ കൊടിയ വരൾച്ച മൂലം കുടിവെള്ളം പോലില്ലാത്ത അവസ്ഥയിൽ കൃഷി എന്നുള്ള ഒരു പ്രതിഭാസം സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. അതിന് ഏറ്റവും കൂടുതൽ കരുത്തേകുന്നത് പശുപരിപാലനമാണ്. കാരണം എൻ്റെ മറ്റ് കൃഷികളിൽ നിന്നും എനിക്ക് ലഭിക്കുന്നത് ഒരു വർഷത്തിലെ ആകത്തുക എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ് ലഭിച്ചത്. എന്നാൽ പശുപരിപാലനത്തിന് എനിക്ക് ലഭിച്ചത് 17 ലക്ഷം രൂപയാണ്.
എനിക്കിതിലേക്ക് കൃഷിയിടത്തിലേക്ക് ചെലവ് വന്നിരിക്കുന്ന 4 ലക്ഷം രൂപ. അപ്പോൾ നമ്മൾ വിചാരിക്കും വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവാണ് ഉണ്ടായത്. പക്ഷേ ആ ചെലവിനെ മെയിൻറ്റെയിൻ ചെയ്തത്, പരിഹരിച്ചത് പശുപരിപാലനം എന്നുള്ള ഒറ്റ പ്രസ്ഥാനം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് 100% ഉറപ്പായിട്ട് പറയാൻ സാധിക്കും, പശുപരിപാലനം കർഷക കുടുംബങ്ങളിൽ ജീവൻ്റെ ശക്തിയാണ്, സ്രോതസ്സാണെന്ന് പറയാൻ പറ്റും. എനിക്കൊരു കാര്യം വ്യക്തമായി, പശുപരിപാലനത്തിൽ വരുന്ന ഉപ ഉൽപ്പന്നങ്ങളായ ചാണകവും അതിലുണ്ടാകുന്ന സ്ലറിയും കൃഷി മേഖലയിലെ കാര്യക്ഷമമായി ഉൽപ്പാദിപ്പിച്ചാൽ 3-ാം കൊല്ലം കൂടി പഴയ പുൽപ്പള്ളി പോലെ തന്നെ 3 കൊല്ലം കഴിയുമ്പോൾ പുൽപ്പള്ളി പോലെ തന്നെ കൃഷിയിടങ്ങളിൽ നിന്ന് ഈൽഡുണ്ടാവും. അതുകൊണ്ട് അത് കിട്ടിയപ്പോൾ പശുപരിപാലനം ഉപേക്ഷിക്കണമെന്നോ പശുപരിപാലനത്തിൽ നിന്ന് മറ്റേത് ഉപേക്ഷിക്കണമെന്നോ പറയില്ല. തങ്ങളിൽ പൂരകങ്ങളാണ്, അനുബന്ധമായി പോകുന്നു. ഒന്നിനോട് ചേർന്ന് നിൽക്കുന്നു. രണ്ടിൻ്റെതായ വരുമാനം നമുക്ക് നമ്മുടെ ഭവനത്തിലേക്ക് എത്തും. നമ്മുടെ ശരിക്കും സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു പരിഹാരമാവുകയും ചെയ്യും. പശുപരിപാലനവും ഒപ്പം മറ്റ് കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന തകർച്ചയെ എങ്ങനെ അതിജീവിക്കാമെന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഇച്ഛാശക്തിയോടുകൂടി ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. കാരണം ഇതിൽ നിന്നുണ്ടാകുന്ന ഉപ ഉൽപ്പന്നങ്ങളായ ചാണകം, അത് നമ്മുടെ ജൈവസമ്പത്തിനെ വർദ്ധിപ്പിച്ച് കൃഷി മേഖലയെ പരിപോഷിപ്പിക്കാൻ സാധിക്കുന്നു. രാസവളങ്ങളുടെ പ്രയോഗം ഈ വർഷങ്ങളായിട്ടിപ്പോൾ നമ്മുടെ പറമ്പുകളിൽ ഉപയോഗിക്കുന്നേയില്ല. ഒപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, പശുവിനെ കുളിപ്പിക്കുന്ന വെള്ളം നമ്മൾ ടാങ്ക് ഉണ്ടാക്കി ടാങ്കിലേക്കാണ് വരുന്നത്. ഈ ടാങ്കിൽ നിന്നും മോട്ടർ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ കൃഷിയിടങ്ങൾ നനയ്ക്കുന്നു, പുല്ല് നനയ്ക്കുന്നു. ഒപ്പം നമ്മുടെ കവുങ്ങും കുരുമുളക് ചെടികളും നമ്മൾ നനച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ വരൾച്ചയെ അതിജീവിക്കുവാൻ എനിക്ക് സാധിച്ചു. കഴിഞ്ഞ ഈ വരൾച്ചയെ ഞാൻ അതിജീവിച്ചു എന്ന് എനിക്ക് ധൈര്യസമേതം പറയാൻ സാധിക്കും. ആദ്യം ഭയങ്കര പേടിയായിരുന്നു ഈ പശുപരിപാലനം. ഇവിടെ ഞങ്ങളുടെ സൊസൈറ്റി തുടങ്ങുമ്പോൾ 900 ലിറ്റർ പാലാണ് ഈ കഴിഞ്ഞ ഒരു സീസണിലുണ്ടായിരുന്നത്. ഏറ്റവും നല്ല കറവയുള്ള വർഷക്കാലങ്ങൾ 900 ലിറ്ററാണ്. ഇപ്പോഴത് വേനൽക്കാലത്ത് 2000 ലിറ്റർ പാലായി വർദ്ധിച്ചു. അപ്പോൾ എല്ലാ മനുഷ്യരും ആദ്യം ഭയത്തോടെ നോക്കിയിരുന്ന ആളുകളൊക്കെ ചെറിയ പശുക്കൾ മതി, ചെറിയ പാല് മതി എന്ന് പറഞ്ഞിരുന്ന ആളുകളെല്ലാം ഇവിടെ വന്ന് കാണുകയും ഇവിടുന്ന് പ്രചോദനം ഉൾക്കൊള്ളുകയും ഞാനതിനെ അവരെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ചെറിയ പശുക്കളൊക്കെ ഉപേക്ഷിച്ച് വലിയ പശുക്കളെ, കറവയുള്ള ഇനം പശുക്കളെ ആക്കി മാറ്റുകയും കൂടുതൽ ആളുകളിലേക്ക് ഈ പശുപരിപാലനവും പാലുൽപാദനവും വർദ്ധിപ്പിക്കുകയും ചെയ്തത് തൽഫലമായിട്ട് ഇവിടെ ഇപ്പോൾ 2500 ലിറ്റർ പാലാണ് ഞങ്ങളുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ ഒരു ദിവസം അളന്നുകൊണ്ടിരിക്കുന്നത്. സെബാസ്റ്റ്യൻ്റെ മക്കൾ, കുടുംബം എങ്ങനെ അവരെയും ഈ രംഗത്തേക്ക് കൊണ്ടുവരും? തീർച്ചയായിട്ടും അവരിപ്പോൾ തന്നെ അവർക്ക് വളരെ ഇൻട്രസ്റ്റഡാണ്. അവരാണിപ്പോൾ പശുവിന് വെള്ളം കൊടുക്കലായാലും പുല്ല് കൊടുക്കലും ചാണകം വടിക്കൽ എല്ലാം തൊഴുത്തിൽ എല്ലാ പരിപാടികളും അവർക്ക് ഞങ്ങളെപ്പോലെ തന്നെ വശമാണ്. അവർക്ക് പ്രായമൊന്നും പ്രശ്നമല്ല, അവർക്ക് രസമാണ്. അവർ ആടുകളെ നോക്കുന്നതിനും കോഴി നോക്കി തീറ്റ കൊടുക്കുന്നതിനൊക്കെ അവരാൾ കഴിയുന്ന എല്ലാ സഹായവും അവർ ചെയ്യും. ഒരു വെറുതെ ഇരിക്കുകയില്ല. പശു വളർത്തൽ നന്മയാണ്, അതിന് നമ്മളും കൂടെ കഷ്ടപ്പെടണം. വേറെ ഇഷ്ടം കൂലിക്കാരൻ തന്നെ പണിയിട്ടെന്ന് പറഞ്ഞാൽ അവൻ റോഡ് ചെണ്ട് ഏറ്റു പോവുള്ളൂ. അവനൊന്നും കിട്ടിയല്ല. അവനോൻ കഷ്ടപ്പെട്ടാൽ ജീവിച്ചു പോകാം. ഇപ്പോഴത്തെ നമ്മുടെ ഈ ഇവിടുത്തെ ഒരു ചെറുപ്പക്കാരുടെയൊക്കെ ഒരു മനോഭാവത്തെ കുറിച്ച് എന്താ കൃഷിയുടെ ഉദ്ദേശം ഇല്ല, ആർക്കും ഇല്ല. ഒന്നും വിലയെടുത്താൽ ഇല്ലല്ലോ. ഒന്നാമത് തന്നെ ഒരു ചാക്ക് ഇഞ്ചി നട്ടാൽ അരച്ചാക്ക് പോലും കിട്ടിയല്ല. കപ്പ ഇട്ടാൽ കോല് കുത്തിയാൽ ആ കഷ്ടപ്പെടുന്ന ഒരു കപ്പയ്ക്ക് ഇഷ്ടം പോലെ രാസവളം ഇട്ടെങ്കിലും ഉണ്ടാവുള്ളൂ. രാസവളം ഇടാതെ ഒരു ചേന പറിക്കുകയില്ല, കപ്പ പറിക്കുകയില്ല, ഒന്നുമില്ല. രാസവളം ചെയ്യാതെ നമ്മൾ പണിയെടുത്താൽ തിന്നാനും കൊള്ളാം. മറ്റേ രോഗമല്ലേ ഇപ്പം മുഴുവനും. ഈ രാസവളം ഇഷ്ടം പോലെ കൊണ്ടുപോയിട്ടാണ് കപ്പയൊക്കെ മുഴുത്ത കപ്പക്കിഴങ്ങല്ലേ ഉണ്ടാകണം. അതിൻ്റെ അകം മുഴുവൻ പൊള്ളയാണ്. പക്ഷെ അന്നത്തെ കാലത്ത് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്നല്ലേ ജീവിക്കാൻ ഒരു സൗകര്യവും സുഖമൊക്കെ കൂടുതൽ. അന്ന് രോഗം കുറവ്, അധ്വാനിക്കും മനുഷ്യൻ, അധ്വാനിക്കുന്നു, രോഗം കുറവ്. ഇന്ന് രോഗം കൂടുതലും കുറേ അധ്വാനിച്ച് കുറേ ഷാപ്പിലോട്ടും പോയി കഴിഞ്ഞാൽ എന്നാ ഉള്ളത്? ആത്മഹത്യ. നമ്മളൊരു കുടുംബത്തെ പറ്റി ആലോചിച്ച് നോക്കിയാൽ ആത്മഹത്യ ചെയ്യാത്തതും വിഷം കുടിക്കാത്തതും കുടുംബം കുറവാണ്. ഓ പുൽപ്പള്ളി മുഴുവൻ അതെ. എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഷാപ്പിൽ പോകണമെന്നാണ് ഉദ്ദേശം. എന്തെങ്കിലും ഒരു രൂപ പണിയെടുത്ത് കിട്ടിയാൽ അതും കൊണ്ട് പോകണം. പിന്നെ നാളേക്ക് ജീവിക്കണത് ആത്മഹത്യ ചെയ്യാമല്ലോ, എളുപ്പമുണ്ടല്ലോ. അപ്പൊ ഇവിടെ നിക്കണ പണിക്കാരനാണ് ഞാൻ പറയുന്നത്, നീ ആത്മഹത്യ ചെയ്യുള്ളത്. എനിക്ക് 80 വയസ്സുണ്ട്. അല്ല, എല്ലാ കൂട്ടും എടുക്കും ഞാൻ എല്ലാ കൂട്ടും ചെയ്യും. ആരോഗ്യത്തിന് ഞാൻ ഈ നോയമ്പ് നോറ്റൊന്നും ഇരിക്കല്ല, എല്ലാ കൂട്ടം പണിയെടുക്കും, തിന്നുകയും ചെയ്യും, എല്ലാം ചെയ്യും. എനിക്ക് സാധാരണ കഞ്ഞിയോ ചോറ്. ഇപ്പോൾ ഈ കുറച്ചായിട്ട് പിന്നെ രാവിലെ ഒരു 12:30 ആകുമ്പോൾ കഞ്ഞി കുടിക്കും.
സെബാസ്റ്റ്യൻ്റെ ഒരു സ്വപ്നം എന്താണ് നമ്മുടെ പ്രേക്ഷകർക്കായി? എൻ്റെ സ്വപ്നം ഇപ്പോൾ ഉള്ളത് 30 പശുക്കളാണ്. അത് 50 പശുക്കളായിട്ട് ഒരു മാക്സിമം എന്തേരം ചെയ്യാൻ സാധിക്കും. ഒരു മനുഷ്യന് ഒരു കുടുംബത്തിന് അവൻ്റെ സ്വന്തം അധ്വാനത്തിൽ നിന്ന് എന്തുമാത്രം ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് എന്തുമാത്രം ഈൽഡ് സമ്പാദിക്കാൻ സാധിക്കും. കൂടുതൽ നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറയുന്നത് പോലെ ബഹുദൂരം അതിദൂരം ബഹുദൂരം എന്ന് പറയുന്ന പോലെ എന്തുമാത്രം സ്പീഡിൽ ഓടിത്തീർക്കാൻ പറ്റും, എന്തുമാത്രം ഈൽഡ് സമ്പാദിക്കാൻ പറ്റും, എന്തുമാത്രം നഷ്ടപ്പെട്ടു പോയാൽ എല്ലാം തിരിച്ചു പിടിക്കാൻ സാധിക്കുമോ, ആ ഒരു ലക്ഷ്യമാണ് എൻ്റെ മുമ്പിലുള്ളത്. അത് തിരിച്ചു പിടിക്കാമെന്നുള്ള ശുഭാപ്തി വിശ്വാസവും എനിക്കുണ്ട്. അതായത് താങ്കൾക്ക് അതിവേഗം ബഹുദൂരം മുന്നേറാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. നമസ്കാരം. പരാജയത്തിൻ്റെ ചാരത്തിൽ നിന്ന് ഉയർന്നു വന്ന ഫീനിക്സ് പക്ഷിയെ പോലെയാണ് സെബാസ്റ്റ്യൻ. നെറ്റിയിലെ വിയർപ്പിൽ നിന്നും അപ്പം സമ്പാദിക്കണം എന്ന ബൈബിൾ വചനമാണ് സെബാസ്റ്റ്യനെ കൂട്ട്. ഇതാ വേറെന്തെങ്കിലും മതിയോ? കൃഷിപ്പണി വിടുവാണോ? കൃഷിപ്പണിയല്ല, വിവരക്കേട് വിടുകയാണ്. മണ്ണ് പരിശോധിപ്പിച്ചു. ഇനി മുതലാളി എത്ര വളം വേണോ അത്രയും മാത്രമേ വയലിലിടൂ. കർഷക സോദരരെ, ഇന്ന് തന്നെ ജില്ലയിൽ അടുത്തുള്ള ഭൂമി പരീക്ഷണ ലബോറട്ടറിയിൽ തീർച്ചയായും മണ്ണ് പരിശോധിപ്പിക്കുക. മണ്ണിൽ പോഷക തത്വങ്ങളും ഈർപ്പവും ചെടിയുടെ വളർച്ചയും കണക്കിലെടുത്ത് ആവശ്യത്തിന് മാത്രം പോഷക തത്വം ചേർക്കുക. പിന്നെ മണ്ണിൽ സൾഫർ, സിങ്ക്, ബോറോൺ പോലുള്ള സൂക്ഷ്മ പോഷകങ്ങൾ ഉണ്ടോ എന്ന് നോക്കാനും മറക്കരുത്. രാസവളത്തിന്റെയും ജൈവവളത്തിന്റെയും ശരിയായ ഉപയോഗം വഴി ഭൂമിയുടെ വളക്കൂറ് നിലനിർത്തൂ, ഉൽപാദനം വർദ്ധിപ്പിക്കൂ, ചെലവ് കുറയ്ക്കൂ, വിലപ്പെട്ട വിദേശ നാണ്യം ലാഭിക്കാനും സഹായിക്കൂ. മന്ദഗതിയിൽ നൈട്രജൻ പുറത്തുവിടുന്ന രാസവളങ്ങൾക്ക് വേപ്പിൻ പിണ്ണാക്ക് കലർന്ന യൂറിയ പോലുള്ളവയ്ക്ക് മുൻഗണന നൽകൂ. പിന്നെ ഇലകളിൽ യൂറിയ തളിക്കുക. അല്ല, ചേട്ടൻ ശരിക്കും ബുദ്ധിശാലിയായല്ലോ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ജില്ലാ കൃഷി ഓഫീസർ അല്ലെങ്കിൽ കിസാൻ കോൾ സെന്റർ. അമ്മേ, ചോറ് വിളമ്പമ്മേ. ഒന്ന് ക്ഷമിക്കും മോളെ, ഇതുവരെയും പരിപ്പ് വെന്തിട്ടില്ല. വിഷമിക്കാതിരിക്കും പൊന്നുന്റെ അമ്മേ, ഇത്തവണ നമ്മുടെ പരിപ്പ് ശരിക്കും വെന്തോളും. എന്ന് വെച്ചാലോ? ഇത്തവണ NFSM കീഴിൽ പരിപ്പിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന്റെ രീതികൾ കാണിക്കുന്നതിന് വേണ്ടി രാജ്യത്ത് 1000 മേഖലകൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ പ്രദേശവും ഉൾപ്പെടുന്നു. ഇതുകൊണ്ട് നമുക്ക് എന്താ ഗുണം? നമുക്ക് നമ്മുടെ 5 ഏക്കർ പാടത്തിന് വളവും കീടനാശിനിയും കൂടാതെ മേൽത്തരം വിത്തിന്റെ മിനി കിറ്റും ലഭിക്കുമെന്നേ. പക്ഷേ ഇത്രയും പരിപ്പ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനാ? എന്റെ ഭാര്യയെ, ഇപ്പോ സർക്കാർ പയർവർഗ്ഗങ്ങളുടെ താങ്ങുവിലയും നന്നായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഇത് വാങ്ങുവാൻ വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്തിരിക്കുന്നു. ഇതുമൂലം നമ്മുടെ വരുമാനം വർദ്ധിക്കില്ലേ? പിന്നെ നമ്മുടെ മോള് നല്ല സ്കൂളിൽ പോയി ഒരു വലിയ കൃഷിശാസ്ത്രജ്ഞയാകില്ലേ? അമ്മേ, ഞാൻ സ്കൂളിൽ പോവാ പഠിക്കാൻ. സ്കൂളിലോ? കല്യാണം കഴിച്ചു വരുമ്പോ പറഞ്ഞിരുന്നല്ലോ നീ പഠിപ്പുള്ളവളാണെന്ന്. എന്റെ അമ്മേ, ഫാം സ്കൂളിലേക്കാ പോകുന്നത്. കൃഷിയുടെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ എന്റെ കൂടെ വന്നോളൂ അമ്മേ. ഫാം സ്കൂൾ ഇവിടെ പാടത്ത് വിളകൾ വർദ്ധിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കർഷകർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അതായത് മണ്ണിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ വളം, മേൽത്തരം വിത്ത്, പിന്നെ ആവശ്യാനുസരണം കീടനാശിനി. അതായത് കുറഞ്ഞ ചിലവിൽ അധിക ലാഭം. സുഗന്ധത്തിന്റെ ചാമരം വീശി, സ്വാദിന്റെ അലകൾ ഉയർത്തി, പുരോഗതിയുടെ പാതയൊരുക്കി, പുഞ്ചിരി പൂഞ്ചിറക് വിടർത്തി, നാടാകെ പച്ചപ്പ് ചാർത്തി, വ്യവസായങ്ങൾക്ക് അവസരമൊരുക്കി.
പൂന്തേൻ മാധുര്യം പരത്തി ആഹ്ലാദത്തിന്റെ തിരകൾ ഉയർത്തി. NHM ഹോർട്ടിക്കൾച്ചർ മിഷൻ. ഞങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ മന്ദഹാസം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പയർ കൃഷി വ്യാപനത്തിന് 25 ലക്ഷം രൂപയുടെ പദ്ധതി. റബ്ബർ ബഡ്ഡിംഗിൽ 2 ദിവസത്തെ പരിശീലനം. വിശദമായ വാർത്തകളിലേക്ക്. പയർ കൃഷി മേഖലകളിൽ വിവിധ തരം പയർ വർഗ്ഗങ്ങളുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് കൃഷി വകുപ്പ് 25 ലക്ഷം രൂപയുടെ പയർ വർഗ്ഗ ഗവേഷണ പദ്ധതി നടപ്പിലാക്കുന്നു. പയർ ഉൽപാദന രംഗത്ത് മുൻപ് സംസ്ഥാനത്തുണ്ടായിരുന്ന മികവ് വീണ്ടെടുക്കുവാനും 2ാം വിളയ്ക്കും 3ാം വിളയ്ക്കും ശേഷം തരിശിടുന്ന നെൽപ്പാടങ്ങളിൽ പയർ കൃഷി പ്രോത്സാഹിപ്പിക്കുവാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പദ്ധതി പ്രധാനമായും പാലക്കാട് ജില്ലയിലാണ് നടപ്പിലാക്കുന്നത്. ഉഴുന്ന്, ഫ്രഞ്ച് ബീൻസ്, മുതിര, സോയാബീൻസ്, അച്ചിങ്ങ പയർ തുടങ്ങിയ പയർ വിളകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1 ഹെക്ടർ സ്ഥലത്ത് പയർ കൃഷി ചെയ്യാൻ വേണ്ടിവരുന്ന ചിലവ് 20,000 രൂപയുടെ പകുതി 10,000 രൂപ സബ്സിഡിയായി ലഭിക്കും. പദ്ധതി അനുസരിച്ച് കേരളത്തിൽ 250 ഹെക്ടർ സ്ഥലത്താണ് പയർ കൃഷി വ്യാപന പദ്ധതി നടപ്പാക്കുക. നാളികേര വികസന ബോർഡ് MBA പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പിന് അവസരം നൽകുന്നു. ബിരുദ പഠനത്തിന് ബോട്ടണി, സുവോളജി അഥവാ ബയോടെക്നോളജി എന്നിവ എടുത്ത് MBA പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കായിരിക്കും മുൻഗണന. മറ്റു വിഷയങ്ങളിൽ MBA എടുത്ത വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. ജൂൺ 30-നകമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വിലാസം: ചെയർമാൻ, നാളികേര വികസന ബോർഡ്, കേര ഭവൻ, കൊച്ചി 11. വിലാസം ഒരിക്കൽ കൂടി: ചെയർമാൻ, നാളികേര വികസന ബോർഡ്, കേര ഭവൻ, കൊച്ചി 11. റബ്ബർ ബോർഡ് വിവിധ ബഡ്ഡിംഗ് രീതികളെക്കുറിച്ച് ദ്വിദിന പരിശീലനം നൽകുന്നു. കോട്ടയത്തെ റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജൂലൈ 1, 2 തീയതികളിലാണ് പരിശീലനം. പരിശീലന ഫീസ് 800 രൂപയാണ്. റബ്ബർ ബഡ്ഡിംഗ് രീതികളിൽ പരിശീലനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാൻ ബന്ധപ്പെടാവുന്ന വിലാസവും ഫോൺ നമ്പറും: ഡയറക്ടർ, റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, റബ്ബർ ബോർഡ് PO, കോട്ടയം 9. ഫോൺ 0481 2351 313. വിലാസം ഒരിക്കൽ കൂടി: ഡയറക്ടർ, റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, റബ്ബർ ബോർഡ് PO, കോട്ടയം 9. ഫോൺ നമ്പർ 0481 2351 313. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിൽ ഏർപ്പെടുത്തിയ മികച്ച തേനീച്ച പരാഗണ ഗവേഷണ കേന്ദ്രത്തിനുള്ള 2013 ദേശീയ പുരസ്കാരം വെള്ളായണി തേനീച്ച ഗവേഷണ കേന്ദ്രം പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ S. ദേവനേശൻ ഏറ്റുവാങ്ങി. ഇന്ത്യയിലെ വിവിധ കേന്ദ്രങ്ങളിലെ തേനീച്ച പരാഗണ ഗവേഷണ ഫലങ്ങൾ വിലയിരുത്തിയ അതിന്റെ അടിസ്ഥാനത്തിലാണ് വെള്ളായണി കേന്ദ്രത്തെ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത്. 23 വർഷം മുൻപ് മാരകമായ തായ്സാക് ബ്രൂഡ് വൈറസ് രോഗം വന്ന് പ്രതിസന്ധിയിലായ കേരളത്തിലെ തേനീച്ച വളർത്തലിന് പുനർജന്മം നൽകിയത് 1992 ആരംഭിച്ച വെള്ളായണി തേനീച്ച ഗവേഷണ കേന്ദ്രമാണ്. ഇവിടെ നടത്തിയ ഗവേഷണ ഫലങ്ങൾ രോഗപ്രതിരോധ ശേഷിയുള്ള ഇന്ത്യൻ തേനീച്ചയുടെ ന്യൂക്ലിയസ് കോളനികൾക്ക് രൂപം നൽകി. അംഗീകൃത ബ്രീഡർമാരുടെ സഹായത്തോടെ ഈ കോളനികൾ വർദ്ധിപ്പിച്ച് കർഷകർക്ക് ലഭ്യമാക്കി. ഇപ്പോൾ ഏകദേശം 8 ലക്ഷം തേനീച്ച കോളനികൾ ഇന്ന് കേരളത്തിലുണ്ട്. തേനീച്ചകളെയും ഇതര പരാഗണ സഹായികളെയും സംരക്ഷിച്ച് കാർഷിക വിളകളിൽ മികച്ച വിളവുണ്ടാക്കാനുള്ള പരീക്ഷണത്തിലാണ് വെള്ളായണി തേനീച്ച പരാഗണ ഗവേഷണ കേന്ദ്രം. RRII 105, 414, 417, 422, 430 എന്നീ റൂട്ട് ട്രെയിനർ റബ്ബർ തൈകൾ റബ്ബർ ബോർഡിന്റെ വിവിധ നഴ്സറികളിൽ തയ്യാറായി വരുന്നു. തൈകൾ ആവശ്യമുള്ള കർഷകർ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ ഫോറം റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. വെബ്സൈറ്റ് അഡ്രസ്: www.rubberboard.org.in www.rubberboard.org.in. മൃഗസംരക്ഷണ വകുപ്പ് മൃഗസംരക്ഷണ രംഗത്ത് സംരംഭങ്ങൾ തുടങ്ങാൻ താൽപ്പര്യമുള്ളവർക്കായി സൗജന്യ ശാസ്ത്രീയ പരിശീലനങ്ങൾ നൽകുന്നു. ഹൈടെക് ഡയറി ഫാമിംഗിൽ കുളത്തൂപ്പുഴ ഹൈടെക് ഫാമിൽ 7 ദിവസവും, മാട്ടുപ്പെട്ടി KLDB ഫാമിൽ ശാസ്ത്രീയ കരവ പരിശീലനത്തിൽ 7 ദിവസവും, തൃശൂർ വെറ്ററിനറി കോളേജിൽ പാൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ 5 ദിവസവും പരിശീലനം നൽകും.
തിരുവനന്തപുരം പേട്ടയിലുള്ള കെക്കോയിൽ ഇറച്ചിക്കോഴി ഡ്രസ്സിങ്ങിലും കോഴിയിറച്ചി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലും 5 ദിവസം വീതം പരിശീലനം നൽകും. കൂത്താട്ടുകുളം MBAയിൽ 15 ദിവസം മൂല്യവർദ്ധിത ഇറച്ചി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലും തൃശൂർ വെറ്ററിനറി കോളേജിൽ ഹാച്ചറി മാനേജ്മെന്റിൽ 25 ദിവസത്തെ പരിശീലനവും നൽകും. താൽപ്പര്യമുള്ളവർക്ക് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രങ്ങളിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471 27329118. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0471 2732918. റബ്ബർ പാലിൽ നിന്നുള്ള വിവിധ ഉൽപ്പന്ന നിർമ്മാണത്തിൽ റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. ജൂലൈ 29 മുതൽ കോട്ടയത്തുള്ള റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പരിശീലനം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0481 235 3325. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0481 2353325. ഇനി കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിൻ്റലിന് 17,550 രൂപ. റബ്ബർ RSS 5 17,100 രൂപ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 6,950 രൂപ. കൊപ്ര 4,825 രൂപ. കുരുമുളക് ക്വിൻ്റലിന് 37,700 രൂപ. ജാതിക്ക തൊണ്ടോട് കൂടിയത് കിലോയ്ക്ക് 250 രൂപ. ജാതിക്ക തൊണ്ടില്ലാതെ 425 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 37,700 രൂപ. അൺഗാർബിൾഡ് കുരുമുളക് 36,200 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് ക്വിൻ്റലിന് 37,500 രൂപ. വയനാടൻ കുരുമുളക് 37,000 രൂപ. കൊപ്ര വിപണി കോഴിക്കോട് ക്വിൻ്റലിന് 4,675 രൂപ. തളിപ്പറമ്പ് 4,500 രൂപ. കാസർഗോഡ് ക്വിൻ്റലിന് 4,325 രൂപ. വെളിച്ചെണ്ണ കണ്ണൂർ ക്വിൻ്റലിന് 7,125 രൂപ. കോട്ടയം 7,350 രൂപ. ആലപ്പുഴ 6,950 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 28.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 29.4, 23.8. കൊച്ചി 29.8, 22.4. ആലപ്പുഴ 29.2, 23.6. പുനലൂർ 27.6, 22.2. തിരുവനന്തപുരം 29.3, 22.7 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.